ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൗരിമോളാണെന്നുണ്ടെങ്കിൽ കട്ടിലിൻ്റെ അടിയിൽ വന്നിരുന്നിട്ട് എന്തൊക്കെയോ പെറുക്കാണ് കേട്ടോ. അപ്പോൾ ഷീല വന്നിട്ട് ചോദിക്കുന്നത് ഇതെന്താ ഇവിടെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ അതെ ഇത് ചെമ്പൂക്കാനോ ഓടിക്കാനോ ചെമ്പൂക്കാനോ അതാരാ എന്ന് ചോദിക്കട്ടോ. അത് ചോട്ടാ ഗഡ്ഗനിലെ ഒരു കഥാപാത്രമാണ്, കാർട്ടൂൺ കഥാപാത്രം. ഇതൊക്കെ അയാൾക്ക് എതിരെ ഉപയോഗിക്കാനാന്നിട്ട് പറഞ്ഞിട്ട് അരീസുകായി, അതായത് മറ്റേ ഗോളിയില്ല, ഗോളി, അതുപോലെ വാട്ടർ ഗൺ, അങ്ങനെ എന്തൊക്കെയോ പരീക്ഷണങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ഇത് വിക്രമിനെ എത്രയും പെട്ടെന്ന് ഓടിക്കണം എന്നുള്ള രീതിയിലാണ് കേട്ടോ കൊച്ചു നിൽക്കുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ ശേഷം വേദ ഭക്ഷണം കഴിക്കാൻ വിളിക്കാൻ കേട്ടോ. അപ്പോൾ എന്തോ ഒരു കള്ളലക്ഷണം കണ്ടിട്ട് വേദ പറയും എന്തോ ഒരു കടലക്ഷണം ഉണ്ടല്ലോ. ഒന്നുമില്ല, ഉണ്ടല്ലോ എനിക്ക് തോന്നുന്നുണ്ട് അങ്ങനെ. ഒന്നുമില്ല അമ്മേ എന്ന് പറയും കേട്ടോ. എന്നാൽ വാ ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് വന്നിട്ട് ഭക്ഷണം കഴിക്കാൻ കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് ചെമ്പുകാനാ വരുന്നത്, ചെമ്പുകാൻ എന്ന് പറയും കേട്ടോ. അപ്പോൾ വേദ പറയുന്നുണ്ട് മോളെ അത് മോളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വരുന്ന ഒരാളാണ്, അയാൾ ചിലപ്പോൾ പാവമായിരിക്കും എന്ന് പറയട്ടോ. പാവമൊന്നുമല്ല, എനിക്ക് നന്നായിട്ട് അറിയാം പറയുകയാണേ. അപ്പോൾ വേദ പറഞ്ഞു അങ്ങനെ ഒന്നുമില്ല, തരുണാണല്ലോ അയാളെ ഏൽപ്പിച്ചിരിക്കുന്നത്, അപ്പോൾ എന്തായാലും നല്ല ആളല്ലേ ഏൽപ്പിക്കുള്ളൂ എന്നൊക്കെ പറയാൻ കേട്ടോ. പക്ഷേ കുട്ടിക്കാണെന്നുണ്ടെങ്കിൽ ഒരു തൃപ്തിയില്ല, എത്രയും പെട്ടെന്ന് തന്നെ വിക്രമിനെ ഓടിപ്പിക്കണം എന്ന് തന്നെ പറയാൻ കേട്ടോ. അപ്പോൾ അമ്മയുണ്ടല്ലോ, അമ്മ അയാളെ കാണട്ടെ, കണ്ടിട്ട് സംസാരിക്കട്ടെ, എന്നിട്ട് തീരുമാനിക്കാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അമ്മ വേണം ഇവിടെ, അമ്മ അയാളെ കണ്ട് സംസാരിക്കണം, ചെമ്പുകാനോ ഓടിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ വേദയ്ക്ക് ചിരി വരാം കേട്ടോ. അപ്പോൾ പറഞ്ഞു മോള് പറയുന്നത് പോലെ ചെമ്പുകാനൊന്നും ആയിരിക്കില്ല, അയാളൊരു പാവമായിരിക്കുള്ളൂ മോളെ എന്നൊക്കെ പറയുന്നുണ്ട്. അല്ലല്ല അതൊന്നും അല്ല എന്ന് പറയും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം കാണിക്കുന്നത് വിക്രം ഇങ്ങനെ വണ്ടിമേൽ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആമി ഉണ്ട് കേട്ടോ. അപ്പോൾ ആമി ഇങ്ങനെ പറയുന്നുണ്ട് എന്താ മുഖത്തൊന്നും പതിവില്ലാത്തൊരു തെളിച്ചുണ്ടല്ലോ അല്ലേ വിക്രം എന്ന് പറയട്ടോ. ഇന്ന് ജോലിക്ക് പോകുന്നതിൻ്റെ അല്ല, വേറെ എന്തോ ഒരു തെളിച്ച മുഖത്തുണ്ടല്ലോ എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ വിക്രം ഇങ്ങനെ ചിരിക്കുകയാണ് കേട്ടോ. അല്ലേ ഞാൻ പറഞ്ഞത് സത്യമല്ലേ എന്ന് പറയട്ടോ. അങ്ങനെ ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവന്ന് ഇറക്കാണ് കേട്ടോ. അപ്പോൾ വിക്രം പറഞ്ഞു ശരിയാണ് ആമി പറഞ്ഞത്, ഇന്നെന്തോ ഒരു പതിവില്ലാത്തൊരു തിളക്കം, ഒരു തെളിച്ചുണ്ട് മനസ്സിന്, എന്തോ ഒരു ഉഷാറ്. അത് ഈ ജോലിക്ക് പോകുന്നതിൻ്റെ അല്ല, നമുക്ക് വ്യക്തമല്ലാത്തൊരു സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നല്ലൊരു സന്തോഷം ഉണ്ടാവില്ലേ, അതിൻ്റെ ബാക്കിയായിട്ട് അങ്ങനെ ഒരു സന്തോഷം എന്ന് പറയാം കേട്ടോ. ആ കുട്ടീനെ നോക്കാൻ പോകുന്നതിൻ്റെയാണോ അറിയില്ല, എന്തോ ആ കുട്ടീനായിട്ട് എന്തോ ഒരു ബന്ധമുള്ളതുപോലെ, മുൻജന്മ ബന്ധമുള്ളതുപോലെ ഒക്കെ എനിക്ക് തോന്നുന്നുണ്ടെന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ആമി പറയാണ് ഞാൻ എന്നാലേ ഒരു കാര്യം ഗസ്സായിട്ട് എന്ന് പറയാം കേട്ടോ. വിക്രം അവിടെ പോകുന്നു, കുട്ടീനെ നോക്കുന്നു, കുട്ടീനെയും കൊണ്ട് സ്കൂളിലേക്ക് പോകുന്നു. സ്കൂളിലെത്തുമ്പോഴാണ് അവിടെ ഞെട്ടിക്കുന്ന ഒരു കാര്യം വിക്രം കാണുന്നത്. അവിടെ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ട് നിൽക്കുന്നത് വേദ ശങ്കരനാരായണൻ എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ വിക്രം പൊട്ടിച്ചിരിക്കുകയാണ് കേട്ടോ. എന്താ അങ്ങനെ സംഭവിച്ചുകൂടെ ചോദിക്കാൻ കേട്ടോ. ഒരിക്കലും സംഭവിക്കില്ല എന്ന് പറഞ്ഞിട്ട്, ഈ നാട്ടിൽ വന്നിട്ട് വേദ എന്നെ അന്വേഷിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ എൻ്റെ അടുത്തേക്ക് വരാതിരിക്കുകയോ അത് എനിക്ക് വേദനെക്കുറിച്ച് അറിയാത്തതുകൊണ്ട്, ഞങ്ങളെക്കുറിച്ച് അറിയാത്തതുകൊണ്ട് തോന്നുന്നതാ എന്ന് പറയും കേട്ടോ. ഈ നാട്ടിൽ വേദ എത്തിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വേദ എന്നെ തേടി വരും, എൻ്റെ അടുത്തേക്ക് വരും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ വേദയുടെ മനസ്സിലുള്ള കാര്യങ്ങളൊന്നും വിക്രം അറിയുന്നില്ലല്ലോ. അങ്ങനെ അത് കഴിഞ്ഞ ശേഷം കാണിക്കുന്നത് വിക്രം പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഡിക്രൂ സാറ് വിളിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട് പോയോ മേഡത്തിന് നിന്നെ കാണാൻ വേണ്ടിയിട്ട്, ഞാൻ നീ ഓൺ ദ വേ ആണ് സാറേ എന്ന് പറയും കേട്ടോ. എന്നാലേ ഞാനൊരു കാര്യം പറയട്ടെ നിന്നോട്, നീ ചെന്ന ഉടനെ തന്നെ നിൻ്റെ പേരും നിൻ്റെ ഇപ്പോഴത്തെ സാഹചര്യങ്ങളൊന്നും പറയാൻ നിൽക്കണ്ട. അതെന്താ സാറേ? അത് പിന്നെ നീ ഒരു ജയിൽ പുള്ളിയാണെന്നൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കത് ഇഷ്ടപ്പെടുമോ സാറേ? എൻ്റെ ഐഡൻറ്റിറ്റി ഒളിച്ച് വെച്ചിട്ട് ഇങ്ങനെ ഒരു ജോലിക്ക് ഞാൻ ചെയ്യുന്നത് തെറ്റല്ലേ സാറേ? അത് ഇപ്പം പറയേണ്ടതെന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ, എടുത്തു ചാടി പറയേണ്ടതെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. എടാ അവിടെ അയാൾ മാത്രമല്ല, പോലീസുകാരൻ മാത്രമല്ല ഉള്ളത്, അയാൾക്ക് ഭാര്യയും അമ്മയും കുട്ടിയൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ ജയിൽ പുള്ളി അവിടെ ചെന്നെന്ന് പറഞ്ഞാൽ അവർക്കത് ഇഷ്ടപ്പെടുമോ? നീ ആദ്യം നല്ലൊരു ഇമേജ് ഉണ്ടാക്കിയെടുക്ക്. അല്ല ഈ ജോലിയുടെ നിനക്ക് നല്ലൊരു ഇമേജ് ഉണ്ടാവുന്നല്ലേ സാറ് പറഞ്ഞത്? അതെ അത് തന്നെയാണ്. അപ്പോൾ ആദ്യം നീ നല്ലൊരു ഇമേജ് ഉണ്ടാക്കിയെടുക്ക്, അതിനുശേഷം നമുക്ക് നിൻ്റെ പേരൊക്കെ റിവീൽ ചെയ്താൽ മതി. ഇപ്പോൾ തൽക്കാലം നിൻ്റെ പേര് പറയണ്ട. അല്ല എൻ്റെ ആധാർ കാർഡോ മറ്റോ ചോദിച്ചാലോ എന്ന് ചോദിക്കാനായിട്ട്, അതൊക്കെ എൻ്റെ കയ്യിൽ തന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മതി, ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയാൻ കേട്ടോ. അത് വേണോ സാറേ എന്ന് ചോദിക്കുകയാണ്. വേണം, അത് വേണം എന്ന് തന്നെ ഡിക്രൂ സാറ് പറയാൻ കേട്ടോ. അപ്പോൾ വിക്രം മനസ്സോടെ അതിന് സമ്മതിക്കുകയാണ് കേട്ടോ. വിക്രമിൻ്റെ ഐഡൻറ്റിറ്റി ഒളിച്ച് വെച്ചിട്ട് വിക്രമിൻ്റെ ജോലി കയറാനായിട്ട് തീരെ താല്പര്യമില്ല. പക്ഷേ ഡിക്രൂ സാറ് പറഞ്ഞതിൻ്റെ പേരിൽ ശരി എന്ന് പറഞ്ഞിട്ട് വിക്രം ഫോൺ കട്ട് ചെയ്യുകയാണേ. ഈ സമയത്ത് വേദ അയൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വിക്രം വരുന്നത് നോക്കിയിരിക്കുകയാണ് വേദ. അപ്പോൾ പെട്ടെന്നൊരു കോള് വരികയാണ് കേട്ടോ. അപ്പോൾ ഏതോ ഒരു ഫാക്ടറിക്ക് തീ പിടിച്ച് എത്രയും പെട്ടെന്ന് തന്നെ
അവിടെ റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ളൊരു കോളാണ് വരുന്നത്. അങ്ങനെ ശരി സാറേ ഞാനിപ്പോൾ തന്നെ വരാം, ഇവിടുന്ന് ഒരു 2 മണിക്കൂറിൻ്റെ യാത്രയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോഴേക്കും തരുൺ വന്ന് ചോദിക്കുകയാണ്, എന്താ കാര്യം ചോദിക്കുകയാണ്. എനിക്കിപ്പോൾ തന്നെ പുറപ്പെടണം, അങ്ങനെ ഒരു ഫാക്ടറിക്ക് തീ പിടിച്ചിട്ടുണ്ട്, ഇപ്പോൾ തന്നെ റിപ്പോർട്ട് ചെയ്യണമെന്നാണ് പറയണതെന്ന് പറയാം കേട്ടോ. ആണോ എനിക്ക് താൻ പൊക്കോ എന്ന് പറയാം കേട്ടോ. അപ്പോഴേക്കും ഗൗരിമോള് വന്നിട്ട് പറയണം, അമ്മ പോകണോ? അപ്പോൾ ചെമ്പുകാരൻ്റെ അടുത്ത് വരുമ്പോഴോ ഒന്ന് ചോദിക്കാം കേട്ടോ, മോളെ അമ്മയ്ക്ക് ഇപ്പോൾ പോയേ പറ്റൂ, പെട്ടെന്ന് എത്തണം എന്ന് പറഞ്ഞ് ഒരു ഫാക്ടറി തീ പിടിച്ചുകൊണ്ടിരിക്കുക, അമ്മ അവിടെ റിപ്പോർട്ട് ചെയ്യണമെന്നാണ് പറയുന്നത്. വേണ്ട അമ്മ പോകണ്ട മോളെ, നമ്മൾ മറ്റുള്ളവർക്ക് സേവനം ചെയ്യേണ്ട അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണ്ട. അപ്പോൾ തരുൺ പറയും, അമ്മ പോയിക്കോട്ടെ മോളെ, അച്ഛനല്ലേ ഇവിടെ എന്ന് ചോദിക്കാണ്. അച്ഛനല്ല അമ്മയാണ് വേണ്ടതെന്ന് പറയും കേട്ടോ. അച്ഛനല്ലേ ഇത് കൊണ്ടുവന്നത് ഈ പ്രശ്നം എന്ന് പറയും കേട്ടോ. എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തോടുകൂടി ഗൗരിമോൾ പോകാണ് കേട്ടോ. അപ്പോൾ തരുൺ പറഞ്ഞ താൻ പൊക്കോ എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ വേദ പോകാണ് കേട്ടോ. വേദ പോകുന്ന കറക്റ്റ് സമയത്ത് വേദന കാരണം പാസ് ചെയ്ത് അപ്പുറത്തെ സൈഡിൽ കൂടെ വിക്രം പോകുന്നുണ്ട് കേട്ടോ. ശരിക്കും ഫേസ് ടു ഫേസ് പോകുന്നുണ്ട്, പക്ഷെ രണ്ടുപേരും തമ്മിൽ കാണുന്നില്ല. ഇതേ സമയം ഗൗരിമോളുടെ അടുത്ത് വന്നിട്ട് അച്ഛമ്മ ആശ്വസിപ്പിക്കുന്നുണ്ട്. അച്ഛമ്മ ഒന്നും മിണ്ടാതിരിക്കുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും തരുൺ വരികയാണ്, മോളെ എന്ന് പറഞ്ഞിട്ട് പാലൊക്കെ കൊണ്ടുവരികയാണ് കേട്ടോ. മോളെ എന്തിനാണ് ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്നത്? നിങ്ങൾ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ മാത്രമേ നോക്കുന്നുള്ളൂ, എൻ്റെ പ്രശ്നത്തിന് നിങ്ങളൊരു പരിഹാരം കാണില്ല. മോൾക്ക് എന്താ പ്രശ്നം അച്ഛൻ തന്നെയല്ലേ കൊണ്ടുവന്നത്, അച്ഛൻ കൊണ്ടുവന്ന പ്രശ്നം തന്നെയെന്ന് പറയാം കേട്ടോ. എനിക്ക് അയാളെ കാണണ്ടേ, അയാൾ ചെമ്പുകാനോ അതാരാ? അത് ഇടയ്ക്കിടയ്ക്കൊക്കെ കാർട്ടൂൺ കാണണം, എപ്പോഴും ന്യൂസ് മാത്രം കണ്ടാൽ പോരാ. ആണോ? അത് ഏത് കാർട്ടൂണാണ് ഞാനിനി കാണേണ്ടത് എന്ന് ചോദിക്കും കേട്ടോ. അതൊക്കെ ഒരു കാർട്ടൂണുണ്ട് എന്ന് പറയും കേട്ടോ. അച്ഛൻ എന്തായാലും കാണണ്ട, അച്ഛൻ അതിനുള്ള ക്ഷമയൊന്നും ഇല്ല എന്ന് പറയാൻ കേട്ടോ. ഈ ചെമ്പുകാനെ കൊണ്ടുവന്നത് ആരാണെന്നറിയോ? ഒരു രാക്ഷസനാന്നൊക്കെ പറഞ്ഞിട്ട് കാർട്ടൂണിലൊക്കെ അതൊക്കെ പറയാം കേട്ടോ. എനിക്ക് ചെമ്പുകാനെ ചെമ്പുകാനെ ഞാൻ ഓടിക്കും എന്ന് പറയട്ടോ. മോളെ പാല് കുടിച്ചിട്ട് പോ, എനിക്ക് ഈ പാല് മാത്രം ആയിട്ട് ഞാൻ കുടിക്കില്ല എന്നറിയില്ലേ, ഇതിൽ പൊടിയും കൂടെ ചേർക്കും, അതുവരെ ഇത്ര നാളായിട്ട് അറിഞ്ഞൂടാ എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തോട് കൂടിയിട്ട് ഗൗരിമോൾ അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. അങ്ങനെ വന്നിങ്ങനെ പുറത്ത് നോക്കുമ്പോഴാണ് വിക്രം ഇങ്ങനെ വരുന്നത് കാണുന്നത്. അപ്പോൾ വിക്രമിനെ കാണുമ്പോൾ ഒരു രാക്ഷസൻ്റെ ഒരു ലുക്കിലൊക്കെയാണ് കേട്ടോ മോൾക്ക് തോന്നുന്നു. പക്ഷേ ഷീലയ്ക്കാണെന്നുണ്ടെങ്കിൽ വിക്രമിനെ കണ്ടാൽ മാത്രയിൽ തന്നെ വലിയ ഇഷ്ടമാവാണ്. വായം പൊളിച്ചിട്ട് നോക്കി കണ്ടിട്ട് മറ്റേ വേലക്കാരൻ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. ഷീല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അയാൾ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഗൗരിമോളാണെന്നുണ്ടെങ്കിൽ താഴത്ത് ഒളിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഒളിച്ച് നോക്കുമ്പോൾ ഗൗരിമോൾക്ക് തോന്നുന്നത് രാക്ഷസം തന്നെയാണ്. ഗൗരിമോൾ ഓടിപ്പോകും കേട്ടോ. അങ്ങനെ തരുൺ വരും കേട്ടോ. അപ്പോൾ തരുൺ വരുമ്പോഴേക്കും വിക്രം അവർ രണ്ടുപേരും ഷെയ്ക്കൻ്റെ ഒക്കെ കൊടുത്ത് സ്വയം പരിചയപ്പെടുത്തുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ മോളാണല്ലേ ഓടിപ്പോയത്, ചെമ്പുകാനാണെന്ന് പറഞ്ഞിട്ടാ അവൾ ഓടിപ്പോയതെന്ന് പറയാണ് കേട്ടോ. ഒരു കാർട്ടൂണിലേന്ന് പറഞ്ഞു കേട്ടോ. എന്നെ പേടിച്ചിട്ടാണോ ഓടിപ്പോയത്? അത്ര പേടിയുള്ള ആളൊന്നും അല്ല അവൾ എന്ന് പറയുമ്പോഴേക്കും ഓടി വരികയാണ് കേട്ടോ. ഒരു വാട്ടർ ഗണ്ണും കൊണ്ടുവന്നിട്ട് വിക്രമിനെ ഐ വിൽ കിൽ യു എന്ന് പറഞ്ഞിട്ട് വാട്ടർ ഗണ്ണുകൊണ്ട് ഷൂട്ട് ചെയ്യുകയാണ്. അപ്പോഴേക്കും വിക്രം ഇങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ അലറി കരഞ്ഞ് വീഴുന്നത് പോലെ അഭിനയിക്കുകയാണ്. അപ്പോഴേക്കും തരുൺ വന്നിട്ട് എന്താ മോളെ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് തോക്ക് മാറ്റും കേട്ടോ. അങ്ങനെ വിക്രമിനെ തരുൺ പിടിച്ച് എഴുന്നേപ്പിക്കും കേട്ടോ. സോറി കേട്ടോ മോളിങ്ങനെ പെരുമാറുന്നു ഞാൻ വിചാരിച്ചില്ലേ, അതൊന്നും സാരമില്ല, ഞാനതിൽ അതേപോലെ ആക്ട് ചെയ്തത്. അവൾക്ക് ഇപ്പോൾ തൽക്കാലം കുറച്ച് പേടിയൊക്കെ ഉണ്ട്. എന്തായാലും മോളിപ്പോൾ സ്കൂളിൽ പോകും, ഞാൻ കൊണ്ടുവന്നാക്കാം എന്ന് വിക്രം പറയും. വേണ്ട, സ്കൂൾ ബസ് വരും, താനവളെ ഒന്ന് ഫോളോ ചെയ്താൽ മാത്രം മതി എപ്പോഴും എന്ന് പറയട്ടോ. ശരി എന്ന് പറയട്ടോ. അപ്പോൾ എൻ്റെ പേര് തരുൺ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പരിചയപ്പെടുത്തുന്നു. എൻ്റെ പേര് വി എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഡിക്രു സാർ പറഞ്ഞതുകൊണ്ട് തന്നെ വിശ്വം എന്ന് പേര് മാറ്റാണ് കേട്ടോ. അപ്പം അങ്ങനെ പറയും കേട്ടോ. അങ്ങനെ ഞാനിപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജോലിക്ക് പോകും, മോളെ എപ്പോഴും നോക്കണം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കും. എന്തായാലും താനിവിടെ ഇരിക്കുമെന്ന് പറയും കേട്ടോ. അകത്തേക്ക് വാന്ന് പറയുമ്പോൾ വേണ്ട സാറേ ഞാനിവിടെ പുറത്തു നിന്നോളാന്ന് പറഞ്ഞിട്ട് പുറത്ത് നിൽക്കുകയാണ് കേട്ടോ. ഷീലയ്ക്കാണെന്നുണ്ടെങ്കിൽ വിക്രമിക്കാണ്ട് വലിയ ഇഷ്ടമായിട്ടോ. വിക്രമിനെ അവിടെ അപ്പുറത്ത് നിന്ന് തൊളിഞ്ഞ് നോക്കുന്നുണ്ട്. അപ്പോഴേക്കും മറ്റാൾ വന്നിട്ട് ഷീല അകത്ത് പോകാമെന്ന് പറഞ്ഞിട്ട് ഹിന്ദിയിൽ ഇങ്ങനെ വഴക്കൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഷീല അകത്തേക്ക് പോകുമ്പോൾ അമ്മ പറയുന്നുണ്ട് ഭക്ഷണമൊക്കെ എടുത്ത് വെച്ചോ എന്ന് ചോദിക്കുമ്പോൾ അവിടെ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഭക്ഷണം ആവണേ ഉള്ളൂ ഗൗരിമോൾക്കുള്ളത്, എന്നിട്ടാണ് പുറത്ത് പോയിട്ട് വായം പൊളിച്ച് നിന്നത്. ഇല്ല അതിപ്പോൾ ആവും എന്ന് പറയട്ടോ. എന്നാൽ ഗൗരിമോൾക്കുള്ള പാലെടുത്ത് വെക്കാൻ പറയട്ടോ. അങ്ങനെ ഹോർലിക്സ് കുപ്പി തുറന്ന് നോക്കിയിട്ട് തരുണ്ട അമ്മ പറയാണ്, അതെ 4 ദിവസമായിട്ടുള്ളത് ഇത് മേടിച്ചിട്ട് അപ്പോഴേക്കും തീർന്നോ എന്ന് ചോദിക്കാൻ കേട്ടോ. അത് പിന്നെ ഗൗരിമോള് ഇടയ്ക്ക് ഇത് വന്ന് കട്ട് തിന്നണ്ടെന്ന് പറയും കേട്ടോ. ഗൗരിമോൾക്ക് മേടിച്ചത് ഗൗരിമോൾ എന്നെ കട്ട് തിന്നെ, അത് നല്ല കാര്യമായി എന്ന് പറഞ്ഞിട്ട് അച്ഛൻ ഇങ്ങനെ അകത്ത് പോകട്ടെ. ഇതൊക്കെ കേട്ടുകൊണ്ട് ഗൗരി ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഗൗരി അത് ചെയ്യുന്നില്ല. അപ്പോൾ എന്തായാലും ഇതിനുള്ളൊരു പണി തരാം എന്നുള്ള രീതിയിൽ ഗൗരിമോൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഉടനെ തന്നെ പോയിട്ട് അച്ഛമ്മേരെ ഫോൺ എടുക്കാണ് കേട്ടോ. ഫോൺ എടുത്ത് കൊണ്ടുവരുമ്പോൾ അച്ഛമ്മ ചോദിക്കുന്നുണ്ട്
എന്തിനായി ഫോൺ എടുക്കണേ, ഇപ്പം തരാം ചെമ്മ, 1 മിനിറ്റ് എന്ന് പറയും കേട്ടോ. അങ്ങനെ ഗൗരിമോൾക്ക് പാലെടുക്കുന്ന സമയത്ത് ഗൗരിമോൾ അതും കൊണ്ടുപോയിട്ട് വീഡിയോ ഓൺ ചെയ്തിട്ട് അതൊക്കെ ഷൂട്ട് ചെയ്യാണ് കേട്ടോ. അന്നേരം ഷീല പാലിൽ ഹോർലിക്സ് ഇടുന്നതും ഹോർലിക്സ് തിന്നുന്നതും ഒക്കെ ആയിട്ടുള്ളതൊക്കെ ഫോണിൽ പിടിക്കുന്നുണ്ട്. ഈ സമയത്ത് ഗൗരിമോളാണെന്നുണ്ടെങ്കിൽ വന്നിങ്ങനെ നോക്കുമ്പോൾ വിക്രം ഇങ്ങനെ ഇതൊക്കെ വാളൊക്കെ പിടിച്ച് നിൽക്കുന്നത് പോലെ തോന്നുന്നു കേട്ടോ ഗൗരിമോൾക്ക്. അത്രയാണ് 3ാമത്തെ എപ്പിസോഡിലുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.